പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിനകത്തിൽ ഗോതമ്പ് പൊടി ഇടുകയാണ്. നമ്മുടെ ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ടു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഇത് ഇത്തിരി പുളിയുള്ള തൈരാണ്, ഞാൻ ഒഴിച്ച തൈരാണ്. പുളിയുള്ളതായാലും ഇല്ലാത്തതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ബീട്രൂട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തതാണേ. ആ വെള്ളം ഒഴിച്ചാണ് ഞാൻ കുഴയ്ക്കുന്നത്. നമുക്ക് ഒന്ന് കുഴയ്ക്കാം. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കണേ. ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ട ഒരു ശകലം എണ്ണയൊന്ന് തൂത്ത് വെക്കണം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എണ്ണ തൂത്ത് വെച്ചേക്കുവാണ്. അതൊരു 5 മിനിറ്റ് വെച്ചേക്കണം. വെച്ചെന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് മണ്ട അല്ലാതെ വെക്കുമ്പോൾ മണ്ടയ്ക്കൊരു പ്രത്യേക കട്ടിയൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എണ്ണ തൂത്ത് വെച്ചത്. നമുക്കിത് ഉണ്ടയാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പറ്റുന്ന അത്രയും വലുത് വേണ്ട, ചെറുത് മതി. ഞാൻ പരത്തി കാണിക്കാം. ഇത് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് പാനടപ്പേ വെക്കാം. പാനടപ്പേ വെച്ച് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. തീയും കത്തിച്ച് ഓയിലും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് ഇത് പൂരി പരത്തി വെച്ചേക്കുന്നത് ഇടാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പരത്തിയ പൂരിയുടെ ഇട്ട് കൊടുക്കാമേ. ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. പൂരി ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വെണ്ണയും മുക്കി കൊടുക്കണം. മുക്കി കൊടുക്കുമ്പോഴേ ഇങ്ങനെ പൊള്ളി വരത്തുള്ളേ. നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂരി.